ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിന് കരുത്തു പകർന്നു കൂടെ നിന്നത് ലോറിയുടെ മനാഫായിരുന്നു. ഒരുപക്ഷെ മനാഫ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദൗത്യം പൂർണ്ണമാകുമായിരുന്നില്ല. ആ തെരച്ചിൽ ദിനങ്ങളെക്കുറിച്ച്, ആ സങ്കടങ്ങളെക്കുറിച്ച് മനാഫ് 24-ൽ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ തുറന്നു പറഞ്ഞു. വെയിലും മഴയും അറിയാതെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ഗംഗാവലിപ്പുഴയുടെ തീരങ്ങളിൽ 72 നാൾ നിന്നൊരു മനുഷ്യൻ. കൂടപ്പിറപ്പിനെ പോലെ കണ്ട തൊഴിലാളിക്ക് എന്തു പറ്റി എന്നറിയാനായി അയാൾ നടത്തിയ പോരാട്ടം കൂടിയാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. ഈ ദിവസങ്ങളിൽ താൻ താങ്ങിയ ഭാരം എത്രത്തോളമാണെന്ന് ആർക്കും മനസ്സിലായില്ലെന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ മനാഫ് വിവരിച്ചു. ചില ഘട്ടത്തിൽ എനിക്ക് തന്നെ തോന്നിക്കണം എനിക്ക് ഭ്രാന്തായോ എന്നുള്ളത്. ഞാൻ ആ പോയൻ്റെ സൈഡിൽ കൂടെ എനിക്ക് വെയിലും ഓർമ്മയില്ല, മഴ ഓർമ്മയില്ല, അങ്ങനെ ആയിപ്പോയി. ചിലപ്പോൾ എന്താ പറയുക, കിട്ടുന്നുള്ള ഉള്ളിലുള്ള ആ വിശ്വാസം കൊണ്ടായിരിക്കും. കുടുംബത്തെ മറന്ന, കച്ചവടം മറന്ന 72 ദിവസങ്ങൾ, അധികാരികളുടെ വാതിലുകളിൽ മുട്ടി തളർന്നുപോയ നിമിഷങ്ങൾ. അത്ര കണ്ട് അർജുനു വേണ്ടി നിലകൊണ്ടിട്ടും ചിലർ മനാഫിനെ തീവ്രവാദിയാക്കി, കള്ളക്കടത്തുകാരനാക്കി. അക്കൂട്ടരോട് ഈ മനുഷ്യൻ ഇന്ന് വിളിച്ചു പറയുകയാണ്, മാനവസ്നേഹമെന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്ക്. യൂട്യൂബ് ചാനലുകാർ ഇടുന്ന വീഡിയോകളും, അതായത് നക്സലാണ്, കൊലപാതകമാണ്, ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആകെ തകർന്നു പോയി. ഒരുപാട് ദിവസങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിക്കണം ഈ വിഷയത്തിൻ്റെ പേരിൽ. തകർന്നു പോകുമെന്ന് കരുതിയ സമയത്തൊക്കെയും അർജുന്റെ അമ്മയുടെ വാക്കുകളാണ് തനിക്ക് ശക്തി നൽകിയതെന്ന് മനാഫ് പറയുന്നു. ഡെയിലി അമ്മൻ്റെ മെസ്സേജ് വരും, അതായത് വോയിസ് മെസ്സേജ് വരും. തളരരുതേ എന്നാണ് എപ്പോഴും പറയുക. ആര് തളർന്നാലും മനാഫ് തളരരുതേ എന്നറിയും. കറക്റ്റ് ഞാൻ തളർന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും ആ ഒരു മെസ്സേജ് വരിക. അപ്പം അത് വല്ലാത്തൊരു ഊർജ്ജമാണ് നൽകുന്നത്. ഒടുവിൽ മനാഫിന് അർജുനെ കണ്ടെത്താനായി. വരും കാലങ്ങളെ അതിജീവിക്കാൻ അർജുന്റെ ഓർമ്മകൾ മനാഫിന് കരുത്താകട്ടെ. ഇതിൻ്റെ ഒന്നും റിസൾട്ട് കിട്ടാതായപ്പോൾ ഞാൻ തന്നെ ഗംഗാവലിപ്പുഴൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ അർജുനോട് ചോദിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് എവിടാണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം ഇത്രയൊക്കെ കളിച്ചിട്ടും കിട്ടണില്ല അറിയുമ്പോൾ അത്ഭുതമായി എനിക്കത്. റിസർച്ച് ഡെസ്ക് 24. മനാഫിൻ്റെ ആ സ്നേഹം, മനാഫിൻ്റെ ആ ചേർത്തുപിടിക്കൽ, ആ കരുതൽ, അത് നമ്മൾ മറക്കില്ല. അത് നമ്മൾ മറക്കാത്തവരാണ്.